വയനാട്ടിലെ സമസ്തയുടെ കാര്യാലയമായ സമസ്ത ഇസ്ലാമിക് സെൻറ്ററിൽ ഇവിടെ തരം തിരിച്ച് വസ്ത്രങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റു വിഭവങ്ങളും ഒക്കെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഏകദേശം 2000-ഓളം വെള്ളക്കുപ്പികൾ ഇവിടേക്ക് കോഴിക്കോട് ജില്ലാ SKSF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവർ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളൊക്കെ വിതരണം ചെയ്ത് വെള്ളം ഇവിടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൂടെ SKSFൻ്റെ നേതാക്കളുണ്ട്, സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി റാഷിദ് കാക്കുനിയുണ്ട്. റാഷിദ്, എത്രത്തോളമാണ് SKSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വിഭവങ്ങൾ ശേഖരിച്ചിട്ടുള്ളത്? ഞങ്ങൾ ഇന്നലെ വൈകുന്നേരമാണ് ഇങ്ങനൊരു വിഭവശേഖരണത്തിൻ്റെ റിപ്പോർട്ട് മേഖലാ കമ്മിറ്റികൾക്ക്, യൂണിറ്റ് കമ്മിറ്റികൾക്ക് നിർദ്ദേശം കൊടുത്തത്. അപ്പോൾ ഇന്ന് രാവിലെയോടുകൂടി 2 മേഖലയുടെ ശേഖരണമാണ് നമ്മളിവിടെ എത്തിച്ചിട്ടുള്ളത്. ഏകദേശം 2000-ഓളം ബോട്ടിൽ വെള്ളം, അതൊരു വ്യക്തി നമുക്ക് സ്പോൺസർ ചെയ്തതാണ്. അതുപോലെ തന്നെ 50-ഓളം ബോക്സുകളോട് ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ ഡ്രസ്സുകൾ, പെൺകുട്ടികൾക്കുള്ള ഡ്രസ്സുകൾ, ആൺകുട്ടികളുടെ ഡ്രസ്സുകൾ, പ്രായമുള്ളവരുടെ, കുട്ടികളത്, അതുമായി ബന്ധപ്പെട്ട എല്ലാം പുതിയ ഡ്രസ്സുകൾ നമുക്കിവിടെ ഏൽപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ നിസ്കാര കുപ്പായങ്ങൾ, ലുങ്കികൾ, പുതപ്പുകൾ, ബെഡ്ഷീറ്റുകൾ, അങ്ങനത്തെ പായകൾ, അങ്ങനത്തെ അനുബന്ധ കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് ഇവിടെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ കുറച്ച് ചാക്ക് അരിയും നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് ഭക്ഷ്യവസ്തുക്കളെല്ലാം നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞ് നമുക്കൊരു ലിസ്റ്റ് ഇവർ തന്നിട്ടുണ്ട്. എന്താണത്? അത് ഇപ്പം തന്ന ലിസ്റ്റ് ആണ് ഞാനിപ്പം ജില്ലാ SKSFൻ്റെ പോസ്റ്റർ ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ ടീമിന് കൊടുത്ത ഒരു ലിസ്റ്റ് ഇങ്ങനെയാണ്. നിലവിൽ ബെഡ് എന്ന് പറയുന്നത് നമ്മുടെ മടക്കുന്ന ബെഡ് ഉണ്ടല്ലോ, പിന്നെ ഈ മടക്കി വെക്കുന്ന മിനി ബെഡ്, അത് ആവശ്യമുണ്ട്, അടിയന്തരമായിട്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ലുങ്കി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പേസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പമ്പേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പുതപ്പ്, ബെഡ്ഷീറ്റ്, ബ്രഷ്, ഫ്ലാസ്ക്, ഗ്ലാസ് എന്നിവയാണ് ഇവിടെ അടിയന്തരമായി ആവശ്യമുണ്ട് എന്ന് ഇവിടെ വാർഡിലും മറ്റ് അനുബന്ധ സ്ഥലത്തൊക്കെ പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനി ഈ സാധനങ്ങളാണ് ഇവിടെ അത്യാവശ്യമായി ഉള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇനി വരും ദിവസങ്ങളിൽ SKSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഈ സാധനങ്ങളാണ് കളക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കളക്ട് ചെയ്ത് തുടർന്ന മണിക്കൂറുകളിൽ ഇവിടെ എത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. പ്രിയപ്പെട്ട വിക്കായ വൾഡർമാർ ഇവിടെ ഉണ്ട്. ഇന്ന് മുക്കത്തുനിന്ന് പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ സാധനം എത്തിച്ചിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ, കുറ്റ്യാടി മേഖലയിൽ നിന്ന്, ആഞ്ചേരി മേഖലയിൽ നിന്ന് സാധനങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി മറ്റ് മേഖലയിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിരിക്കുകയാണ്. അതും ഇൻഷാ അല്ലാഹ് വരും മണിക്കൂറുകളിൽ മറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ എത്തുന്നതായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സഹായം നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും പുതിയ സംഗതി കൊടുക്കണം. കാരണം നമ്മളെപ്പോലെ ഇസ്സത്തോടു കൂടി ജീവിച്ചിരുന്ന ആളുകളാണ് അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ഇന്ന് ഇത്തരമൊരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്. നിങ്ങളുടെ വീട്ടിൽ ഒഴിവാക്കാനുള്ളതോ നിങ്ങൾ ഉപയോഗിച്ചതോ ആയ സാധന സാമഗ്രികൾ നൽകി നിങ്ങൾ ആരും അവരെ സഹായിക്കേണ്ടതില്ല. നിങ്ങൾ സഹായിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കും നിങ്ങളുടെ അന്തസ്സിനും അനുസരിച്ചുള്ള പുതിയ സംഭവങ്ങൾ മാത്രം വാങ്ങി നൽകുക എന്നത് മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ളൊരു നിർദ്ദേശം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ അത്തരത്തിലുള്ളൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ്. എനിക്കിപ്പോൾ ഇവിടെ അരിച്ചാക്കുണ്ട്, ഇപ്പോൾ മാലാംകുന്ന് യൂണിറ്റ് കമ്മിറ്റിയുടെ എന്ന് പറഞ്ഞ കുറച്ച് ബോക്സുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ വസ്ത്രങ്ങൾ അടുക്കി വെച്ചത് നമുക്കിവിടെ കാണാം. ഓരോ സൈസുകളിലുള്ള വസ്ത്രങ്ങൾ, എല്ലാം പുതിയ വസ്ത്രങ്ങൾ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലും നിസ്കാരപ്പായകളുണ്ട്, തട്ടങ്ങളുണ്ട്, കുട്ടികൾക്കുള്ള ചെറിയ വസ്ത്രങ്ങൾ ഉൾപ്പെടെ. പ്രത്യേകിച്ചും ഇവിടെ വസ്ത്രം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കാണ് ഈ ഒരു അവസരത്തിൽ ഒന്നാമത് അവർ മരവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഈ ക്യാമ്പുകളിലൊക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിതീവ്ര മഴയും തണുപ്പുമൊക്കെ വരുമ്പോൾ നല്ല തണുപ്പിൻ്റെ ഒരു അന്തരീക്ഷം കൂടി ഇന്ന് വയനാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ, പിന്നെ പ്രത്യേകിച്ച് പാമ്പേഴ്സുകൾ, സ്ത്രീകളുടെ പാഡുകൾ, ഇതൊക്കെയാണ് കൃത്യമായിട്ട് വേണ്ടത്. കാരണം അതൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്ന പാഡുകൾ, കുട്ടികളുടെ പാമ്പേഴ്സുകളൊക്കെ ഇവർക്ക് കൃത്യമായി ഡയപ്പേഴ്സ് ഒക്കെ അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ റാഷിദ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞതുപോലെ അവർക്ക് ആവശ്യമുള്ള ഫ്ലാസ്കുകൾ, ഗ്ലാസ്സുകൾ, ഇത്തരം കാര്യങ്ങൾ കൂടി അടിയന്തരമായിട്ട് അവിടേക്ക് എത്തേണ്ടതുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇവിടെ ഈ സംസ്ഥയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ അതിൻ്റെ പോഷക സംഘടനയുടെയൊക്കെ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കൊണ്ടുവരുന്ന സഹായങ്ങളൊക്കെ ഈ ഇസ്ലാമിക് സെൻറ്ററിലേക്ക് എത്തിക്കുക. എവിടെ നിന്ന് ക്രോഡീകരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അതിനു വേണ്ടിയുള്ളൊരു പരിശ്രമം ഉണ്ടാക്കണമെന്നാണ്. അയ്യൂബ് മാഷ് നമ്മുടെ കൂടെ, അയ്യൂബ് മാഷ് ഇവിടെയുണ്ട്.
അയ്യോ മാഷി ചേരും. ഇപ്പം ഇവിടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ വയനാട്ടിൽ തന്നെയുള്ള കുറച്ച് കുട്ടികളൊക്കെ ഇവിടെയുണ്ട്. അതിൽ ചെറിയൊരാളുണ്ടല്ലോ, നീ വാ, പേരെന്താ നിൻ്റെ? മുഹമ്മദ് ആദിൽ. എന്തിനാ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1 പഠിക്കുകയാണ്. +1 പഠിക്കുന്ന ഒരു വിക്കായുടെ പ്രവർത്തനം. എവിടെയാ സ്ഥലം? ഇവിടെ തന്നെയാണോ? മുക്കത്ത് നിന്ന് നീ ഇവിടെ വന്നതാണ് വിക്കായക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. ക്ലാസ് മഴയായതുകൊണ്ട് നാളെയൊക്കെ ലീവാണല്ലേ? അപ്പോൾ മുക്കത്ത് നിന്നുള്ള അവശ്യ സാധനങ്ങളുമായിട്ട് അവിടെ നിന്നുള്ള SKSFൻ്റെ +1 പഠിക്കുന്ന ഒരു വിക്കായുടെ ഇങ്ങനെയാണ് SKSFൻ്റെ വിക്കായ പ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അയ്യൂബ് മാഷ് നമ്മുടെ കൂടെയുണ്ട്. മാഷ് കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ സമസ്തയുടെയൊക്കെ ഒരു പ്രളയകാലം ഏറ്റവും കൂടുതൽ ദുരന്തം നേരിട്ടൊരു ജില്ലയാണ്. സമസ്തയുടെയൊക്കെ സംഘടനകൾ, പോഷക സംഘടനകളൊക്കെ എത്തിക്കുന്ന സഹായങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ച് ഇവിടെ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് ഇത് വിതരണം ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങളിത് കാറ്റഗറൈസ് ചെയ്ത് ബന്ധപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്? നമ്മളിത് ഇവിടെ ശേഖരിക്കുകയും പിന്നെ ആവശ്യമുള്ള ക്യാമ്പ് സൈറ്റുകളുണ്ടാവും. കാരണം ജില്ലയിൽ തന്നെ ഒരുപാട് ക്യാമ്പ് സൈറ്റുകൾ സ്കൂളിൽ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. വെള്ളം കയറിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടത്തേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ എന്താക്കും, ഇവിടുന്ന് കയറ്റിവിടുകയാണ് ചെയ്യുക. രണ്ടാമത്തത്, ഈ ക്യാമ്പിൽ നിന്ന് പോയി കഴിഞ്ഞാലും ഇവർക്ക് വേണ്ടി വരും സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ടാവും. വീട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ഭക്ഷണ സാധനങ്ങൾ വേണ്ടി വരും, ചിലപ്പോൾ വീട്ടു സാധനങ്ങൾ വേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ കുറച്ച് സാധനം സ്റ്റോക്ക് ചെയ്യേണ്ടി വരും. സ്റ്റോക്ക് ചെയ്തതിന് ശേഷം ക്യാമ്പിൽ നിന്ന് വീട്ടിലേക്ക് മാറുന്ന സമയത്തും ഈ കുടുംബങ്ങൾക്ക് വേണ്ട സാധനങ്ങളും നമ്മൾ ഇവിടുന്ന് എന്താക്കേണ്ടി വരും, ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. ഈ ഒരു നമ്മുടെ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശം സംസ്ഥയുടെ ധാരാളം പ്രവർത്തകരുള്ള, സംസ്ഥയ്ക്ക് കൃത്യമായ സംഘടനാ സംവിധാനവും മഹല്ല സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഏരിയയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്നോ? ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് സംബന്ധിച്ച് നടന്നിട്ടുണ്ട്. നമ്മളൊക്കെ അറിയുന്ന ഒരുപാട് കുടുംബങ്ങളും സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങളും, ചിലപ്പം ഉപ്പ നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ അനിയൻ നഷ്ടപ്പെട്ടവർ, അല്ലെങ്കിൽ അനിയത്തി അങ്ങനെ നഷ്ടപ്പെട്ട ഒരാൾക്കാരാണ്. പറയുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. അപ്പോഴത്തേക്കും അവരവരുടെ വിലാപങ്ങളാണ് പറയുന്നത്. പ്രയാസത്തിലാണ്. ഈ ദുരന്തഭൂമിയിലൊക്കെ വിക്കായുടെ പ്രവർത്തകർ അവർ സേവന മനസ്കരായി ഒരുപക്ഷെ ഊർജ്ജസ്വലതയോടുകൂടി 2 ദിവസമായിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളോ ക്രോഡീകരണങ്ങളോ എങ്ങനെയാണ് അവരിവിടെ വന്ന് പ്രവർത്തിക്കുന്നത്? അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അവർ ഇപ്പോൾ പല ആളുകളും നേരിട്ട് കേന്ദ്രീകരിക്കുന്നത് ദുരന്തമുഖത്താണ് എത്തുന്നത്. പക്ഷെ അവിടെയും ആളുകൾ വേണം. അതിന് പുറമെ ക്യാമ്പുകൾ നടക്കുന്ന സ്ഥലമുണ്ട്. ഇവരെ കൊണ്ടുവരുന്ന സ്ഥലം, അവരുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലം, രോഗികളെ സ്വീകരിക്കുന്ന സ്ഥലം, അതുപോലെ ആളുകൾ ചെയ്യുന്ന ട്രാഫിക് ബ്ലോക്കുകൾ, ഇങ്ങനെ ക്യാമ്പുകൾ നടക്കുന്ന സ്ഥലം, ഇവിടെയൊക്കെ നമുക്ക് വിൽക്കാൻ്റെ ആവശ്യങ്ങളുണ്ട്. ആ രൂപത്തിലൊക്കെ ഇനിയൊരു ചർച്ചയും കൂടിയും അല്ലെങ്കിൽ അവർ ഒരു പ്ലാനിങ് കൂടി നടത്തുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ സേവനം കിട്ടുകയും ചെയ്യും. എല്ലാവരും കൂടി അവിടെ പോകേണ്ട ആവശ്യവും വരികയുമില്ല. ഈ വയനാട്ടിൽ ഇതുപോലെയുള്ള ദുരന്തം സംഭവിക്കാൻ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ട് എന്നാണ് പലരും ഈ ദുരന്തത്തിന് ശേഷം പറയുന്നത്. കഴിഞ്ഞ തവണ നമ്മുടെ പുത്തുമല ദുരന്തം നടന്നതിന് ശേഷം അതിൻ്റെ വാർഷികം അടുത്തിരിക്കുന്ന ഒരു സമയത്താണ് ഈ ദുരന്തം കൂടി ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഇനിയും ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള, കാരണം ആ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വയനാട്ടിൻ്റെ പല ഭാഗത്തും ടൂറിസം ആണെങ്കിലും മറ്റ് ഓരോ മണ്ണിനും ഓരോ പ്രകൃതിയുണ്ട്. വാണിജ്യം, അതോടൊപ്പം തന്നെ ടൂറിസം എന്നൊക്കെ കാണുന്നത് തരംതിരിക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഈ രീതിയിൽ വയനാടിൻ്റെ ഈ ഒരു സംരക്ഷണത്തിന് വേണ്ടി ഒരുപക്ഷെ ഇനിയും ഇത്തരത്തിലുള്ള അടുത്ത വർഷങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് ഇത്തരം അപകടങ്ങളൊക്കെ സംഭവിച്ചാൽ വയനാടിൻ്റെ ഭാവി പോലും വിദൂരതയിലാകുന്ന ഒരു സ്ഥിതിവിശേഷം. അവിടെ എന്ത് മാറ്റമാണ് നമ്മുടെ സർക്കാർ തലത്തിൽ നടപ്പിലാക്കേണ്ട, ജനങ്ങളും അതോടൊപ്പം തന്നെ വ്യവസായികളുമൊക്കെ സ്വീകരിക്കേണ്ട ഒരു രീതിയുണ്ട്, ഒരു ശൈലിയുണ്ട്, അതെന്താണ്? നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ശരിക്കും വയനാടിനെ എന്താക്കിയിട്ടുള്ളത്, പ്രയാസത്തിലാക്കിയിട്ടുള്ളത്. കാരണം നമ്മുടെ മനോഹരമായ വനപ്രദേശങ്ങളിലേക്ക് റിസോർട്ടുകൾ കടന്നുകയറ്റം കയറിയതുകൂടിയാണ് വയനാടിനെ താങ്ങുന്നതിന് പരിധിയുണ്ട്. വയനാട് ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട് അതെല്ലാ റിപ്പോർട്ടുകളിലും അത് വന്നിട്ടുള്ളതാണ്. പക്ഷേ പഞ്ചായത്തുകളുടെ നിയമങ്ങൾക്ക് അനീതിമായിട്ടാണ് എന്താക്കുന്നത് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ അതൊന്നും മാറ്റം വരുത്തിയാൽ തന്നെ മാറ്റം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും അതൊക്കെയാണ് ഇവിടെ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ഏതായിരുന്നാലും ഇതിൻ്റെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ ക്രോഡീകരിക്കുന്ന ഒരു സംസ്ഥയുടെ വയനാട്ടിലെ കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.